കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ തരുന്ന വലിയൊരു പരാതിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കി മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ അവന് അറിയാം, ചോദിക്കുന്നതിന് ഉത്തരം തരുന്നുണ്ട്. പക്ഷേ പരീക്ഷാ പേപ്പറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക്കിൽ നോക്കുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുട്ടികൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് പഠന വൈകല്യങ്ങൾ ഉണ്ടോ എന്നത് കൃത്യമായി മനസ്സിലാക്കുക എന്നത്. ഒരു കുട്ടിക്ക് IQ നോർമലാണ്, അവൻ്റെ ബാക്കി വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അവന് പഠനത്തിന് ഉതകുന്ന ഒന്നാണ്, ബാക്കിയുള്ള ഫിസിക്കലായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കാഴ്ച, കേൾവി പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു പഠന പ്രശ്നങ്ങൾ കാണിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് കാഴ്ച പ്രശ്നങ്ങൾ. വളരെ വലിയ രീതിയിലുള്ള കാഴ്ച പ്രശ്നങ്ങളല്ല. പല കുട്ടികൾക്കും ബോർഡിൽ എഴുതുന്നത് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ കഴിയാതെ പോവുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ അത്ര കേൾവി കൂടുതലല്ല കുറവാണ് എങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് ടീച്ചർ സംസാരിച്ചാൽ അത് കേൾക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ പഠന പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമേ തന്നെ അവരുടെ കാഴ്ച, കേൾവി പോലെയുള്ള പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് അവരുടെ IQ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത ഒരു ഘട്ടമാണ് ഇത് ഏതെങ്കിലും രീതിയിലുള്ള പഠന പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് കണക്കാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി നമുക്ക് ഈ വകയുള്ള പഠന വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അന്നേരം നേരിടുന്ന അടിയന്തരമായിട്ടുള്ള പഠന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ആ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ മോട്ടിവേഷൻ ഒട്ടും കുറയാതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അവരെ ആ ഒരു മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിലുള്ള പഠനത്തെയും അവരുടെ സ്വഭാവത്തെയും ഒക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് കുട്ടികൾ സ്വയം വിചാരിച്ചു തുടങ്ങിയാൽ അവരെ പിന്നീട് രക്ഷിച്ചെടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുക, അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ എഴുതുന്നതിനോ വായിക്കുന്നതിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ കൂടിയും വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് നല്ല കഴിവുകളുണ്ടാവും. കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടാവും, സ്പോർട്സിൽ നല്ല കഴിവുകളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നല്ല കഴിവുണ്ടാവും. അപ്പോൾ അവരുടെ മേഖല കണ്ടെത്തി അവരെ കൂടുതലായിട്ട് സഹായിക്കുകയും അതിൽ മുന്നോട്ട് വരാനായിട്ട് നമ്മൾ അവരെ കൂടുതൽ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്താൽ ഈ പഠന വൈകല്യം എന്നുള്ളത് അവർക്കൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യേണ്ടാത്തൊരു കാര്യമായിട്ട് മാറും. പഠനങ്ങൾ കണ്ടുവരുന്നത് ഈ പഠന വൈകല്യങ്ങളുള്ള പലരും സയൻറ്റിസ്റ്റുകളായിട്ടും എഴുത്തുകാരായിട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും അവരുടെ മേഖല ഏതാണെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റംസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും അതിലൂടെ അവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഉള്ളൊരു ബാല്യം സമ്മാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവേണ്ടതാണ്. കുട്ടികൾ പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്നുകൂടി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു രീതിയിലുള്ളൊരു ശ്രദ്ധ കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു കൈകാര്യം കൂടി ചെയ്യാനുള്ളൊരു മനസ്സ് മാതാപിതാക്കളും അധ്യാപകരും കാണിക്കുകയും അങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള മേഖലയിൽ ഏറ്റവും മിടുക്കരായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.